സത്യം പറ, നിന്റെ കുഞ്ഞിനെ കണ്ടോ? പേടിപ്പിക്കാൻ തുടങ്ങി. ഒരാഴ്ചയായി അവളെ കാണുന്നതായിട്ട് സഹിക്കും. പെറ്റവയാൾക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന അറിയാത്തുള്ളൂ. സത്യം പറ, എവിടെയെങ്കിലും കണ്ടോ? ഒരാഴ്ചയായി പച്ച വെള്ളം കുടിച്ചിട്ട് അതുകൊണ്ട് പറയുക. നിങ്ങൾക്കറിയാമോ, 10 വർഷത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം ആറ്റുണ്ടായൊരു കുഞ്ഞാണ്. കൈ വളരുന്ന കാല് വളരുന്ന വളർത്തിക്കൊണ്ട് വന്ന മോളാണ്. ഒരാഴ്ചയായി കണ്ടിട്ട് സ്കൂള് വിട്ട് പോയതാണ്. ഭർത്താവ് മരിച്ചുപോയി. പിന്നെ ആ കുഞ്ഞിനെ വളർത്തുന്നത് ഇവിടെ അടുത്തുള്ള ആ വീടുകളിലൊക്കെ ഞാൻ വീട്ടുവേല ചെയ്താൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തുന്നത് അറിയാമോ നിങ്ങൾക്ക്? പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ അവർ പറഞ്ഞെന്താന്നറിയാമോ? പരാതി തന്നിട്ട് പൊയ്ക്കോ, ഞങ്ങൾ അറിയിച്ചോളാം. എങ്ങനെ അറിയിക്കാൻ? ഒരു കുഞ്ഞു ഫോൺ പോലും വാങ്ങാൻ എനിക്ക് നിവർത്തിയില്ല. എങ്ങനെ സഹിക്കും? ബംഗാളികൾക്കുള്ള സ്ഥലമല്ലേ? കഞ്ചാവിനും പെണ്ണിയമ്മയൊക്കെ അടിമയായ ചെറുപ്പക്കാരുള്ള നാടല്ലേ? എന്റെ കുഞ്ഞിനെ അവരെങ്ങാനും കിഡ്നിയൊക്കെ എടുക്കാൻ കൊണ്ടുപോയിട്ട് എന്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്തോമോ? കണ്ണൊക്കെ തുറന്നെടുത്തിട്ട് തെരുവിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞോമോ? ഞാനിതെങ്ങനെ സഹിക്കും? കേട്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഞാൻ കേട്ടു. ബാബുവിന്റെ പൊട്ടക്കിണറ്റില് ഒരു പെൺകുട്ടിയുടെ ശവം. എന്റെ ദൈവമേ, അതെന്റെ മോളായിരിക്കും. ഒരമ്മമാർക്ക് ഈ വിധി വരല്ലേ എന്റെ ദൈവമേ. കുഞ്ഞിനെ നഷ്ടപ്പെടുത്ത ഒരമ്മയുടെ വേദന എന്റെ മകൾ മരിച്ചോട്ടെ, പോയി. ഇനി അവളുടെ ജീവൻ തിരിച്ചു കിട്ടില്ല. നന്നായിട്ടറിയാം ഈ അമ്മയ്ക്ക്. പക്ഷേ രക്ഷിതാക്കളെ, നിങ്ങൾക്കുമില്ലേ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും? ഈ ജീവിതത്തിന്റെ പരക്കപ്പാച്ചിൽ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളോട് ഞാൻ കേടപേക്ഷിക്കുകയാണ്. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും അവരുടെ പിന്നിലൊരു കണ്ണ് വേണം. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ ഉണ്ടാകും. പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ല. സ്കൂളിൽ ചെന്ന അധ്യാപകരും അവരുടെ മനസ്സ് വായിച്ചറിയണം. ചങ്ങാതിമാരാകണം. രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സറിഞ്ഞ് വായിച്ചെടുക്കണമെങ്കിൽ മാത്രമേ അവർ നമ്മളോടെല്ലാം തുറന്നു പറയത്തുള്ളൂ. അല്ലെങ്കിൽ അവരെല്ലാവരും അവരുടെ വഴിക്ക് പോകും. ചെറുപ്പക്കാരെയോ പ്രായമായവരെയോ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് പറയുക,
ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പീഡനത്തിനിരയാകരുത്. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെനിക്കും ഭർത്താവും നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണം? ദൈവമേ, എന്റെ വിധി. ദൈവം ക്ഷമിച്ച് എല്ലാവരോടും ഞാൻ കീഴപേക്ഷിക്കുകയാണ്. നമ്മൾ ജാഗരൂകരായിരിക്കുക.